Hi guys, and welcome to today's session of the Hindu Decode by Geoid. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ആദ്യത്തെ ന്യൂസ് ട്രാൻസ്ഫോമിംഗ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ന്യൂസാണിത്. അതുകൊണ്ട് തന്നെ GS പേപ്പർ 2 ഗവർണൻസ് എഡ്യൂക്കേഷൻ സോഷ്യൽ ജസ്റ്റിസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു പോളിസി ഇംപ്ലിമെൻറ്റേഷൻ ഓക്കെ ഈ ഇന്ത്യയുടെ ആ ഒരു എഡ്യൂക്കേഷൻ ഗവേണൻസും ഈ ഒരു അതിൽ വേണ്ട സെൻട്രൽ സ്റ്റേറ്റ് കോർഡിനേഷൻ, സോഷ്യൽ ഇക്വിറ്റി, ഗവൺമെൻറ് സ്കീംസിൻ്റെ റോള്, അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ന്യൂസ്. ഇവിടെ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ 2020 നമ്മുടെ NEP വന്നത്. ഇത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ന്യൂസ്. ഓക്കെ, ബിറ്റ്വീൻ ഈ 3 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. ഒന്നാമത്തെ കാര്യം, ഗവൺമെന്റ് സ്കൂൾസിൽ പ്രീ സ്കൂൾ കൊണ്ടുവന്നു. ഓക്കെ, മുമ്പ് പ്രൈവറ്റ് സ്കൂളുകളിൽ മാത്രമേ ഈ നഴ്സറി പോലെയുള്ള ഒരു സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഗവൺമെന്റ് സ്കൂൾ നമുക്കറിയാം, ഗവൺമെന്റ് സ്കൂളിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് 1ാം ക്ലാസ് മുതലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗവൺമെന്റ് സ്കൂൾസിൽ ദേ ക്യാൻ ഓൾസോ ഓപ്പൺ പ്രീ സ്കൂൾ അല്ലെങ്കിൽ നഴ്സറി അവർക്ക് തുടങ്ങാം ഈ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. ഓക്കെ, ഈ സ്ട്രക്ചറിൽ തന്നെ വളരെ വലിയൊരു ചേഞ്ച് ആണ് ഈ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നത് 2020. സോ അതായത് ചെറിയ കുട്ടികൾക്ക് ദേ മോസ്റ്റ്ലി വെൻ ടു അംഗൻവാടീസ് അല്ലേ. പക്ഷെ ഇപ്പോൾ ഈ ഏർലി എഡ്യൂക്കേഷൻ ഇറ്റ് വിൽ ബിക്കം പാർട്ട് ഓഫ് ദ റെഗുലർ സ്കൂൾ. ഓക്കെ, നോട്ട് ജസ്റ്റ് അംഗൻവാടീസ്. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉറപ്പുവരുത്തി. അതായത് ഇതിന് മെയിനായിട്ടൊരു ഐഡിയ എന്തായിരുന്നു എന്ന് വെച്ചാൽ, എല്ലാ കുട്ടികൾക്കും, അത് പാവപ്പെട്ടവരാവാം അല്ലെങ്കിൽ പൈസ ഉള്ളവരാവാം, റിച്ച് ഓർ പുവർ, ദേ ഷുഡ് ഗെറ്റ് ഗുഡ് ഏർലി എഡ്യൂക്കേഷൻ. Okay, not just those who can afford these preschools, private preschools. ഒരുപാട് റിഫോംസ് ഇപ്പോഴും അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. NEP has started 3 major changes in early childhood education. So ഈ ചേഞ്ചസ് ദേ ആർ മൂവിങ് അറ്റ് ഡിഫറെൻറ്റ് സ്പീഡ്സ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. നമുക്ക് വേണ്ടത് കെയർഫുൾ പ്ലാനിങ് ആണ്. ഓക്കെ, ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. സോ അതിന് നമുക്ക് നല്ലൊരു പ്ലാനിങ് വേണം. 2030 കൂടിയിട്ട് ഈ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ അതിലോട്ടുള്ള പ്ലാൻസ്, അതായത് വാട്ട്സ് ദ പ്ലാൻ ഫോർ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ബൈ 2030, അതും കൂടി ഒന്ന് നോക്കണം. വളരെ വലിയൊരു എക്സ്പാൻഷനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കറൻ്റ്ലി ഇപ്പോൾ റൈറ്റ് നൗ ഇന്ത്യയിൽ ഏകദേശം 14 ലക്ഷത്തോളം അംഗനവാടികളാണ് ഉള്ളത്. 2030 കൂടിയിട്ട് ഈ ഒരു പരിപാടിയുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു അംഗൻവാടീസിന് മേലെയുള്ള ഒരുപാടുള്ള ഒരു ഡിപ്പെൻഡൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഈ പ്രീ സ്കൂൾ ക്ലാസ്സസ് ആഡ് ചെയ്യുക, ഈ ഗവൺമെന്റ് സ്കൂളിലോട്ട് പ്രീ സ്കൂൾ ക്ലാസ്സസ് ആഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ബാൽവാതിക എന്നുള്ളൊരു പരിപാടി ഉണ്ട്. ഓക്കെ, സോ അതിന്റെ ഗോൾ എന്താന്ന് പറഞ്ഞാൽ, എല്ലാ കുട്ടികൾക്കും ഈ ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ്. ഓക്കെ, സോ NEP വാണ്ട്സ് ടു മേക്ക് ഷുവർ ദാറ്റ് ഓൾ ചിൽഡ്രൻ, ഓക്കെ, 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആ ഒരു ഏർലി എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ളതാണ്. 2030 കൂടിയിട്ടാണ് നമ്മളത് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, 2030 കൂടിയിട്ട് എല്ലാ കുട്ടികൾക്കും ഈ ഒരു ഏർലി എഡ്യൂക്കേഷൻ കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ പദ്ധതിയിലൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, നോട്ട് ജസ്റ്റ് ദോസ് ലക്കി ഇനഫ് ടു ഗോ ടു അംഗൻവാഡീസ് or private schools. Okay, so what's needed to make it happen? നമുക്ക് ഇവിടെ ഒരുപാട് പണച്ചെലവുണ്ട്, ഒരുപാട് ട്രെയിൻഡ് ടീച്ചേഴ്സിന്റെ ആവശ്യമുണ്ട്, സപ്പോർട്ട് സ്റ്റാഫ് ആവശ്യമുണ്ട്. ഓക്കെ, സോ ഗവൺമെന്റ് ഇവരെ ട്രെയിൻ ചെയ്യണം. ആൻഡ് ദി ഗവൺമെന്റ് മസ്റ്റ് ഹയർ പീപ്പിൾ ടു ടീച്ച് ദി സ്മോൾ കിഡ്സ് വെരി വെൽ. ഈ സമഗ്ര ശിക്ഷ എന്ന് പറയുന്ന പദ്ധതിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഗവൺമെന്റിന്റെ. സോ അതിലൂടെ സെൻട്രൽ ഗവൺമെന്റ് ദേ ആർ ഗിവിംഗ് മണി ടു ദ സ്റ്റേറ്റ്സ് to help set up these new kind of preschool classes. ഓക്കെ, സോ ഗവൺമെന്റ് ഒരുപാട് പൈസ ഈ ഒരു പദ്ധതിക്ക് വേണ്ടി മുടക്കുന്നുണ്ട്. ഈ പദ്ധതിയുടെ ആ ഒരു സ്പീഡ്, ഓക്കെ, അത് ഓരോ സ്റ്റേറ്റ്സിലും അത് വ്യത്യാസമുണ്ട്. ഓക്കെ, ചില സ്റ്റേറ്റ്സിൽ they have already started preschools. ഓക്കെ, വിത്ത് ദിസ് മണി they have already started preschools and all. പക്ഷെ ചില സ്ഥലത്ത് അത് വളരെയധികം കുറവാണ്. ഓക്കെ, സോ ദേ ആർ യൂസിങ് ദ ഫണ്ട് ഓൺലി ഫോർ ട്രെയിനിങ് ഓർ ഈ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കാനാണ് അവർ ഈ കൂടുതൽ പൈസ ഉപയോഗിക്കുന്നത്. ആ ഒരു ക്ലാസ്സിലുള്ള ആ ഒരു ഫോക്കസ്, ഓക്കെ, ദേ ആർ നോട്ട് ആക്ച്വലി ഫോക്കസിങ് ഓൺ സ്റ്റാർട്ടിങ് ദ ക്ലാസ്സസ്. സോ പ്രോഗ്രസ് ഇറ്റ് നീഡ്സ് ടു ബി ട്രാക്ഡ് വെരി ക്ലോസ്ലി ടു മേക്ക് ഷുവർ ദ പ്ലാൻ വർക്ക്സ് എവ്രിവെയർ. സോ ഇവിടെ ഒരു കൺക്ലൂഷനായിട്ട് നമുക്ക് പറയാനുള്ളത്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലൂടെ നമ്മൾ എന്താണ് എയിം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആ ഒരു ക്വാളിറ്റി, വളരെ ക്വാളിറ്റി ഉള്ള ഒരു ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ് ഈസ് ടു മേക്ക് ക്വാളിറ്റി ഏർലി എഡ്യൂക്കേഷൻ അവൈലബിൾ ടു ഓൾ ബൈ 2030.
ഓക്കെ, ബൈ ഈ അംഗനവാടീസിലുള്ള ഡിപ്പെൻഡൻസ് ഒക്കെ ഒരുപാട് അതായത് അത് കുറയ്ക്കുക, അംഗനവാടീസിലുള്ള ആ ഒരു ഡിപ്പെൻഡൻസ് കുറയ്ക്കുക. ഓക്കെ, ബൈ എക്സ്പാൻഡിങ് ബിയോണ്ട് അംഗനവാടീസ് ആൻഡ് ഇൻട്രൊഡ്യൂസിങ് പ്രീ സ്കൂൾ ക്ലാസ്സസ് ഇൻ ഗവൺമെൻറ് സ്കൂൾസ്. ഫണ്ടിങ്ങും പോളിസി സപ്പോർട്ടും ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സക്സസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷനിലാണ് നമ്മൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ആ ടീച്ചേഴ്സിന് നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ സാധിക്കണം. And we need to closely monitor this, okay, across all the states. So let's move on to our next news, which is, can the ICJ ruling force rich nations to pay for historical emissions? സോ ഇത് ജി എസ് പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസിലും പോളിറ്റിയിലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇന്റർനാഷണൽ ലോസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് ആണിത്. ഇവിടെ നമ്മുടെ ICJ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ റോൾ എന്താണ്, ഒരു ഗ്ലോബൽ ഗവേണൻസിൽ അവരുടെ റോൾ എന്താണ്, ഇന്റർനാഷണൽ ലോസിന്റെ ലിമിറ്റേഷൻ എന്തൊക്കെയാണ്, ഈ ഒരു ക്ലൈമറ്റ് അക്കൗണ്ടബിലിറ്റി എൻഫോഴ്സ് ചെയ്യുന്നതിൽ അവരുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഇന്ത്യയും ആ ഒരു ഇന്റർനാഷണൽ ഒബ്ലിഗേഷൻസും എങ്ങനെയാണ് ആ ഒരു ക്ലൈമറ്റ് റെസ്പോൺസിബിലിറ്റിയുടെ കൂടെ തന്നെ ഇന്ത്യയുടെ ആ ഒരു സോവറിനിറ്റി ബാലൻസ് ചെയ്യുന്നത്, ഈ ബൈൻഡിങ്ങും നോൺ ബൈൻഡിങ് റൂൾസ് തമ്മിലുള്ള ആ ഒരു വ്യത്യാസവും അല്ലെങ്കിൽ ആ ഒരു ഡിബേറ്റ്. ഓക്കെ, എസ്പെഷ്യലി ഇൻ ഗ്ലോബൽ ട്രീറ്റീസ് ലൈക്ക് പാരീസ് അഗ്രിമെന്റ്, UNFCCC ആൻഡ് ഓൾ, ജുഡീഷ്യറി ആൻഡ് ക്ലൈമറ്റ് ഗവർണൻസ്. അതേപോലെ GS പേപ്പർ 3 എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, ഒരു 1.5 ഡിഗ്രി സെൽഷ്യസിന്റെ ഉള്ളിൽ അത് നിർത്തണം എന്നുള്ള പറഞ്ഞിട്ടൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ മുമ്പത്തെ ന്യൂസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ആ ഒരു ക്ലൈമറ്റ് ഗവേണൻസ് ആൻഡ് ജസ്റ്റിസ്, ഓക്കെ, ആ ഒരു ദി ലീഗൽ റെക്കഗ്നിഷൻ ഓഫ് ദി 1.5 ഡിഗ്രി സെൽഷ്യസ് ത്രഷോൾഡ് ആൻഡ് ക്ലൈമറ്റ് ഒബ്ലിഗേഷൻസ്, ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി ഇൻ എമിഷൻ. ഇതേപോലെ ഒരു ഗ്ലോബൽ എൻഫോഴ്സ്മെന്റിൽ വരുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്, ഇന്റർനാഷണൽ റൂൾസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലോസ് അതിന് ലിമിറ്റേഷൻസ് എന്താണ് ഇൻ കർബിങ് ദീസ് എമിഷൻസ്. സോ എത്തിക്സിലും എസ്സേയിലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ന്യൂസ്. സോ ഇവിടെ 2024 ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ജൂലൈയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജൂലൈ 23, 2024 ICJ പറഞ്ഞു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഒപ്പീനിയൻസ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൽ മെയിനായിട്ട് പറഞ്ഞത് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ രാജ്യങ്ങൾ ഫൈറ്റ് ചെയ്യണം ആൻഡ് ആ ഒരു പൊല്യൂഷൻ കഴിയുന്നതും കുറയ്ക്കാൻ നോക്കണം, ഗ്രീൻ ഹൗസ് ഗ്യാസസ് കുറയ്ക്കാൻ നോക്കണം. അതേപോലെ തന്നെ ഈ പാവപ്പെട്ട അല്ലെങ്കിൽ ഈ വൾണറബിൾ കൺട്രീസിനെ ഈ ഒരു ക്ലൈമറ്റ് പ്രോബ്ലംസുമായിട്ട് ഡീൽ ചെയ്യാൻ അല്ലെങ്കിൽ അവരൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ്. സോ കോടതി പറഞ്ഞ ഈ ഒരു ICJ പറഞ്ഞത് ഇതൊരു ലോ ആണോ എന്നുള്ളത് അതൊന്ന് നോക്കണം. അതായത് ഇറ്റ് ഈസ് നോട്ട് എക്സാക്ട്ലി ഈസ് ദിസ് റൂളിംഗ് എ ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് എക്സാക്ട്ലി, ലൈക്ക് ഇതൊരു അഡ്വൈസറി ഒപ്പീനിയൻ ആണ്. അതായത് ഇത് ലീഗലി ബൈൻഡിങ് അല്ല. ഓക്കെ, കൺട്രീസ് ഇത് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതൊരു സെറ്റ് ഓഫ് മോറൽ ആൻഡ് ലീഗൽ സ്റ്റാൻഡേർഡ്സ് വെക്കുന്നതാണല്ലേ ലോകത്തിന് തന്നെ. സോ ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വെച്ചാൽ ഇറ്റ് സപ്പോർട്ട്സ് ദി ഐഡിയ ദാറ്റ് ദ വേൾഡ് മസ്റ്റ് ട്രൈ ടു കീപ് ടെമ്പറേച്ചർ റൈസ് ബിലോ 1.5 ഡിഗ്രി സെൽഷ്യസ്. നമ്മുടെ പാരീസ് അഗ്രിമെന്റിൽ പറഞ്ഞ പോലെ തന്നെ 1.5 ഡിഗ്രി സെൽഷ്യസിന്റെ ഉള്ളിൽ വെക്കണം. ഓക്കെ, ആൻഡ് കൺട്രീസ് കുഡ് ബി ഹെൽഡ് ലീഗലി റെസ്പോൺസിബിൾ. അവർ ഈ ഒരു അതായത് ഈ ഒരു ക്ലൈമറ്റ് ആക്ഷൻ അവരെടുത്തില്ലെങ്കിൽ അത് അവർ ഇഗ്നോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ബി ലീഗലി ഹെൽഡ് റെസ്പോൺസിബിൾ എന്നും ICJ പറഞ്ഞിരുന്നു. സോ ഈ ഒരു ഡിബേറ്റ്, അതായത് ഈ ഒരു സോവറിനിറ്റിയും ഗ്ലോബൽ ഡ്യൂട്ടിയും തമ്മിലുള്ള ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. ഓക്കെ, അതായത് ഈ ഗ്ലോബൽ കോടതികൾക്ക് പറയാൻ കഴിയുമോ രാജ്യങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് പറയാനുള്ള അവകാശം എന്താണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അവരുടെ ആ ഒരു ലിമിറ്റേഷനും അവരുടെ പവറും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇന്റർനാഷണൽ നിയമങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഓക്കെ, അതായത് ഈ റൂൾസ് എങ്ങനെയാണ് ഇത് ഫോളോ ചെയ്യേണ്ടത്, അതായത് ഇതിപ്പോൾ ഇഫ് ദേ ആർ നോട്ട് എൻഫോഴ്സിബിൾ, ഓക്കെ, ഇത് പറഞ്ഞല്ലോ, അതായത് ഇവർ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് എങ്ങനെയായിരിക്കും അത് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കി മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇന്റർനാഷണൽ ലോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇഫ് ദേ ആർ നോട്ട് എൻഫോഴ്സിബിൾ, അതാണ് ഇവിടുത്തെ മെയിൻ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, സോ ഇവിടെ ആരാണ് റെസ്പോൺസിബിൾ ആവുന്നതെന്ന് ചോദിച്ചാൽ ഹൂ ഈസ് മോർ റെസ്പോൺസിബിൾ. അതായത് നമുക്കറിയാം ഇപ്പോൾ ഉള്ള റിച്ച് കൺട്രീസ് ദേ ഹാവ് ടു ഡു മോർ അല്ലേ, ബിക്കോസ് അവരാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള കുറേ പൊല്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് അവരാണ് പാസ്റ്റിൽ. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ മെയിൻ റിച്ച് കൺട്രീസ് ആയിട്ട് ഇരിക്കുന്നതും. സോ അവരാണ് കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആക്കേണ്ടത്. ആരാണ് ഇവിടുത്തെ റെസ്പോൺസിബിൾ എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. പിന്നെ ഹൂസ് റോൾ മാറ്റേഴ്സ് മോർ. സോ ഷുഡ് ആക്ഷൻ കം ഫ്രം നാഷണൽ ഗവൺമെന്റ്സ് ഓർ ഗ്ലോബൽ കോർട്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യങ്ങൾ. സോ ICJയുടെ ഈ ഒരു ക്ലൈമറ്റ് റൂളിങ്ങുമായിട്ട് അതിൽ വരുന്ന ആ ഒരു ക്രിറ്റിസിസം ആൻഡ് ചാലഞ്ചസ് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഇത് എൻഫോഴ്സിബിൾ അല്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇറ്റ് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ.
അതായത് ഇതൊരു അഡ്വൈസറി ഒപ്പീനിയൻ ആണ് കൊടുത്തത്. ഓക്കെ, ICJ കൊടുത്തത് ഒരു അഡ്വൈസറി ഒപ്പീനിയൻ ആണ്. ഇത് ഒരിക്കലും ഒരു ലീഗൽ ഓർഡർ അല്ല. അതുകൊണ്ട് തന്നെ രാജ്യങ്ങൾക്ക് ദേ ഡോണ്ട് ഹാവ് ടു ഒബേ ഇറ്റ്. ഇവർക്ക് പണിഷ് ചെയ്യാനും പറ്റില്ല, കൺട്രീസിന് പണിഷ് ചെയ്യാൻ പറ്റില്ല, അതേപോലെ തന്നെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ടു ചേഞ്ച് ദെയർ ക്ലൈമറ്റ് പോളിസീസ് ഓർ ടു പേ ഡാമേജസ്. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരാളുടെ മേത്ത് ബ്ലെയിം ചെയ്യുന്നത് അത് വളരെ ഡിഫിക്കൽട്ടാണ്. ഓക്കെ, ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു കാര്യത്തിൽ നമുക്ക് ഒരാളെ അങ്ങനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. എക്സ്പേർട്സ് പറയുന്നത്, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കൈൻഡ് ഓഫ് സ്പെഷ്യൽ അല്ല, സ്പെസിഫിക് ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവുമെന്ന് വിചാരിക്കും. ഇപ്പോൾ ഫ്ലഡ് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അതിപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പൊല്യൂഷൻ കൊണ്ട് മാത്രമാണ് ആ ഒരു ഫ്ലഡ് ഉണ്ടായതെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അങ്ങനെ ഒരാളെ മാത്രം നമുക്ക് അവിടെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ക്ലൈമറ്റ് ചേഞ്ചസ് ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ കുറച്ചും കൂടി വേഴ്സ് ആക്കും. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് വെരി ടഫ് ടു പിൻ പോയിന്റ് എക്സാക്ട്ലി ഹൂ ഇസ് റെസ്പോൺസിബിൾ. ഓക്കെ, ലീഗലിയും സയന്റിഫിക്കലിയും ദിസ് മേക്സ് ബ്ലെയിമിങ് ഓർ സ്യൂയിങ് ദീസ് കൺട്രീസ് വെരി ട്രിക്കി. ഇന്റർനാഷണൽ ലോയില് ഒരുപാട് വീക്ക്നെസ് ഉണ്ട്. അതായത് ഇപ്പോൾ അമേരിക്കയുടെ ഒക്കെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പൊല്യൂട്ടേഴ്സ് ആണ് അവർ ഇപ്പോഴും ഫോസിൽ ഫ്യൂൽ കമ്പനീസിന് പൈസ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഈ ക്ലൈമറ്റ് റൂൾസ് ഇഗ്നോർ ചെയ്യുക. ഓക്കെ, ട്രംപിന്റെ ഒരു നയം എന്താന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നേ ഇല്ല എന്നുള്ള രീതിയിലാണ് ആള് നടക്കുന്നത്. പുള്ളി പാരീസ് അഗ്രിമെന്റ് ഒക്കെ വിട്ടിട്ട് പോയല്ലോ. സോ ഈ ICJ ഇറ്റ് ഗീവ്സ് എ ബൈൻഡിങ് റൂൾ. ഓക്കെ, ഈവൺ ഇഫ് ദി ICJ ഗീവ്സ് എ ബൈൻഡിങ് റൂൾ ഇൻ ദ ഫ്യൂച്ചർ, ഈ അമേരിക്ക പോലെയുള്ള പവർഫുൾ രാജ്യങ്ങൾക്ക് UN സെക്യൂരിറ്റി കൗൺസിലിൽ ഈ ഒരു ആക്ഷൻ ബ്ലോക്ക് ചെയ്യാനുള്ള പവർ അവരുടെ കയ്യിലുണ്ട്. ഓക്കെ, സോ പൊളിറ്റിക്സ് ഇറ്റ് ക്യാൻ സ്റ്റോപ്പ് ദിസ് എൻഫോഴ്സ്മെന്റ് ഈവൺ വെൻ ദ ലോ ഈസ് വെരി ക്ലിയർ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇൻ ഷോർട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്, ഈ ICJയുടെ ഈ ഒരു റൂളിങ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, അതിലൊന്നും പറയാനില്ല. പക്ഷേ ഇത് ഒരു ലീഗൽ, ബട്ട് ഇറ്റ് ഹാസ് നോ ലീഗൽ പവർ ടു ഫോഴ്സ് ചേഞ്ചസ്. ഓക്കെ, അതേപോലെ തന്നെ ഇതിപ്പോ ആരെങ്കിലും ഒരാള് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഇത് വരാൻ കാരണം എന്ന് നമുക്കത് പ്രൂവ് ചെയ്യാനൊന്നും പറ്റില്ല, അല്ല. ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു പ്രൂവ്. അതേപോലെ തന്നെ ഇന്റർനാഷണൽ ലോ ഇറ്റ് ക്യാൻ ബി ബ്ലോക്ക്ഡ് ബൈ പവർഫുൾ കൺട്രീസ് ലൈക്ക് USA. സോ ICJയുടെ ഈ ഒരു റൂള് എങ്ങനെയാണ്, അതായത് ചില രാജ്യങ്ങൾ ചിലപ്പോൾ ഇത് ഫോളോ ചെയ്യുമായിരിക്കാം. ഓക്കെ, ഇത് ചിലപ്പോൾ ഈ നാഷണൽ കോർട്ട്, അതായത് ഡൊമസ്റ്റിക് ആക്ഷനെ അത് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ICJയുടെ ഈ ഒരു റൂളിങ് ചിലപ്പോൾ നാഷണൽ കോർട്ടുകളെ ഇൻസ്പയർ ചെയ്തേക്കാം ടു ടേക്ക് സ്ട്രോങ്ങർ സ്റ്റെപ്സ് ഓൺ ക്ലൈമറ്റ് ആക്ഷൻ. പിന്നെ അതേപോലെ തന്നെ ഈ ക്ലൈമറ്റ് ട്രീറ്റീസിലൊക്കെ അത് അക്സെപ്റ്റ് ചെയ്ത് സൈൻ ചെയ്ത ചില രാജ്യങ്ങൾ ദേ മൈറ്റ് യൂസ് ദ റൂളിംഗ് ടു പുഷ് ഫോർ റിയൽ ചേഞ്ച്. ഐലൻഡ് നേഷൻസും അതേപോലെ ഈ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളൊക്കെ അവരവരുടെ ഗവൺമെന്റ്സിനെ പ്രഷർ ചെയ്തേക്കാം ടു ആക്ട് ഫാസ്റ്റർ. ഒരുപാട് നാഷണൽ കോർട്ട്, അതായത് ഇപ്പോൾ US ആണെന്നുണ്ടെങ്കിൽ, അമേരിക്കയിലാണെന്നുണ്ടെങ്കിലും ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അതെല്ലാം ദേ ആർ വെരി ഹൈലി പൊളിറ്റിസൈസ്ഡ്. ഓക്കെ, അതായത് ഈ കോർട്ടിന്റെ ഡിസിഷൻ, അതായത് ഇറ്റ് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ പൊളിറ്റിക്സ്. ഓക്കെ, നോട്ട് ജസ്റ്റ് ദ ലോ. സോ അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഹാർഡാണ് ടു എൻഫോഴ്സ് ദീസ് ക്ലൈമറ്റ് റൂൾസ്. ഓക്കെ, ഈവൺ വെൻ ലീഗൽ ടൂൾസ് എക്സിസ്റ്റ്. സോ നമുക്കിവിടെ പറയാനുള്ളത്, ഈ ICJയുടെ ഈ ഒരു റൂളിങ് ഇറ്റ് കുഡ് ഹെൽപ്പ് പുഷ് ക്ലൈമറ്റ് ആക്ഷൻ വിത്തിൻ കൺട്രീസ്. വളരെ വീക്കായിട്ടുള്ള ഈ ഒരു പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ള കോടതികൾ ദേ മേ നോട്ട് ഫോളോ ത്രൂ. ഓക്കെ, എസ്പെഷ്യലി ഇൻ പവർഫുൾ ഓർ അൺസ്റ്റേബിൾ ഡെമോക്രസീസ്. ഇപ്പോൾ ഈ ഒരു ICJ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് രാജ്യങ്ങൾ അവരുടെ എല്ലാ പ്ലാനുകളും മാറ്റണമെന്നൊന്നുമില്ല അല്ലേ. ഇപ്പോൾ വലിയ രാജ്യങ്ങളായിട്ടുള്ള ഇപ്പോൾ അമേരിക്ക ആണെങ്കിലും നമ്മുടെ ഇന്ത്യ ആണെന്നുണ്ടെങ്കിലും ചൈന ആണെന്നുണ്ടെങ്കിലും ദേ വോണ്ട് കംപ്ലീറ്റ്ലി ചേഞ്ച് ഹൗ ദേ യൂസ് എനർജി ജസ്റ്റ് ബിക്കോസ് ആൻഡ് ഇന്റർനാഷണൽ കോർട്ട് സേ സോ. സോ അതായത് ഇപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ബേസിക്കലി അവർ ആക്ട് ചെയ്യാൻ പോകുന്നത് അവരുടെ നാഷണൽ ഇൻട്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അതേപോലെ അവർ സോവറൈനിറ്റിയിലൊക്കെ ആയിരിക്കും അവർ ആക്ട് ചെയ്യാൻ പോകുന്നത്. Okay, so they do what suits their own policies, not what the world tells them. ഇപ്പോൾ ഒബാമയുടെ ഒക്കെ ക്ലൈമറ്റ് പോളിസീസ് അത്യാവശ്യം നല്ല പോളിസീസ് ആയിരുന്നു. നമ്മുടെ ട്രംപ് വന്നപ്പോൾ ഹി റിവേഴ്സ്ഡ് ദീസ് സെവറൽ ക്ലൈമറ്റ് പോളിസീസ് മെയ്ഡ് ബൈ ഒബാമ, ഷോയിങ് ഹൗ ഡൊമസ്റ്റിക് പൊളിറ്റിക്സ് ബീറ്റ് ഗ്ലോബൽ പ്രോമിസസ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ജോ ബൈഡൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, പ്രസിഡന്റ് ബൈഡൻ, അതായത് ഈ പുള്ളി കാറുകൾ, ഓക്കെ, അതായത് ഈ ഫ്യൂവലിലൂടെ ഓടുന്ന ഫ്യൂവൽ ബേസ്ഡ് കാറുകൾ 2032 കൂടിയിട്ട് നിർത്തണം, അത് കംപ്ലീറ്റ് ഒഴിവാക്കാം എന്നുള്ള പ്ലാനൊക്കെ പുള്ളിക്ക് ഉണ്ടായിരുന്നു. അതിൽ പുള്ളിക്ക് ഒരുപാട് ക്രിറ്റിസിസം നേരിടേണ്ടി വന്നു പുള്ളിയുടെ ഒരു പൊളിറ്റിക്കൽ ഒപ്പോസിഷൻസിന്റെ കയ്യിൽ നിന്ന്.
Okay, so even leaders who support climate action, like നമ്മുടെ പ്രസിഡന്റ് ബൈഡൻ, they face resistance from within their country. ഓക്കെ, സോ ഈ ഒരു ചില ആൾക്കാർ വിചാരിച്ചത് ICJ ഈ ഒരു റൂളിംഗ് കൊണ്ട് ഇറ്റ് മൈറ്റ് സ്പാർക്ക് എ വേവ് ഓഫ് ലോ സ്യൂട്ട്സ് അഗെയിൻസ്റ്റ് റിച്ച് കൺട്രീസ് എന്നൊക്കെയാണ്. അതായത് ഈ ഒരു ലോ സ്യൂട്ട് വരാം ഈ റിച്ച് കൺട്രീസിനെതിരെ എന്നൊക്കെ ആൾക്കാർ വിചാരിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ബിക്കോസ് അത് വളരെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന ആൾക്കാരാണ് ഇതിന് റെസ്പോൺസിബിൾ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു കാര്യത്തിൽ. ഓക്കെ, ലോ സ്യൂട്ട്സിന് വേണ്ടത് ക്ലിയർ ഒബ്ലിഗേഷൻസും ലീഗൽ എവിഡൻസും ആണ്. ഓക്കെ, സോ ICJയുടെ റൂളിംഗ് ഇറ്റ് ഡസൻ പ്രൊവൈഡ് ദിസ് ക്ലിയർലി അല്ലേ. സോ അതിനൊരു മോറൽ വാല്യൂ ആണ് ഉള്ളത്. ICJയുടെ ഈ ഒരു റൂളിങ്ങിനുള്ളത് ഒരു മോറൽ വാല്യൂ ആണ്. പക്ഷെ അതൊരു ഇറ്റ് ഹാസ് നോ ലീഗൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ വലിയ രാജ്യങ്ങൾ ദേ വോണ്ട് ഫോളോ ഇറ്റ് ഇഫ് ഇറ്റ് ഗോസ് അഗെയിൻസ്റ്റ് ദെയർ ഇൻട്രസ്റ്റ്. Okay, so it won't cause a flood of global lawsuits, though it might help domestic climate activists a very bit, okay, very little bit. അതായത് ഈ വലിയ ഗ്ലോബൽ സ്യൂട്ടോ കാര്യങ്ങളോ ഒന്നും റിച്ച് കൺട്രീസിന് ഇതിന് എതിരെ വരാനൊന്നും പോകുന്നില്ല. ഈ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ക്ലൈമറ്റ് ആക്ടിവിസ്റ്റുകൾക്ക് ഒരു ചെറിയൊരു പ്രചോദനം കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം, വിച്ച് ഈസ് ഗ്രീൻ ടെക്നോളജീസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. സോ എൻവയോൺമെൻറ്റ് എക്കോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് GS പേപ്പർ 3 സസ്റ്റൈനബിൾ എനർജിയും ക്ലൈമറ്റ് ഗോളുകളും. അതായത് ഇപ്പോൾ നമുക്ക് ഈ പാരീസ് എഗ്രിമെൻറ്റും പിന്നെ ഈ 2070 കൂടിയിട്ട് നെറ്റ് സീറോ എമിഷനിലോട്ട് എത്തിക്കുക, ഓക്കെ, എമിഷൻ അതായത് സീറോ എമിഷനിലോട്ട് കൊണ്ടുവരിക എന്നുള്ള പദ്ധതികളൊക്കെ നമുക്കുണ്ടല്ലേ. സോ UPSC ദേ ഓഫൺ ആസ്ക് അബൌട്ട് ദി റിന്യൂവബിൾ എനർജി സ്ട്രാറ്റജീസ് ടു meet India's climate commitments like the Paris Agreement and net zero by 2070. ഈ സോളാർ എനർജി, പിന്നെ ഗ്രീൻ ഹൈഡ്രജൻ, ഗ്രീൻ അമോണിയ, ആർട്ടിഫിഷ്യൽ ഫോട്ടോസിന്തസിസ്, ഓക്കെ, ഇങ്ങനത്തെ ഈ കോൺസെപ്റ്റുകൾ ദേ ആർ വെരി കട്ടിംഗ് എഡ്ജ് ആൻഡ് മേ അപ്പിയർ ഇൻ ക്വസ്റ്റ്യൻസ് ഓൺ ക്ലീൻ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ. ഈ ഗ്രീൻ ഹൈഡ്രജൻ മിഷനൊക്കെ ഉണ്ടല്ലോ, ഇന്ത്യയുടെ ആ ഒരു എനർജി ട്രാൻസിഷൻ പ്ലാനിൻ്റെ ഒരു പാർട്ടാണ് ഈ ഗ്രീൻ ഹൈഡ്രജൻ മിഷനൊക്കെ. Okay, so questions may be framed around the efficiency challenges in green hydrogen production. ഓക്കെ, പിന്നെ ഇന്ത്യയുടെ ഒരു എനർജി സെക്യൂരിറ്റിയുടെ കാര്യം എടുക്കാൻ 85% എനർജി വരുന്നത് പുറത്തുനിന്നാണ്. ഓക്കെ, ആ ഒരു ഡിപ്പെൻഡൻസ് വളരെ വലിയൊരു ക്രിട്ടിക്കൽ ഇഷ്യൂ ആണ്. സോ UPSC നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ടെസ്റ്റ് ചെയ്തേക്കാം ഓഫ് ഹൗ ടെക്നോളജി ഇന്നോവേഷൻ ക്യാൻ റെഡ്യൂസ് ദീസ് ഡിപ്പെൻഡൻസ്. ഓക്കെ, ഇവിടെ ഈ RFNBO പോലത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. RFNBO എന്നുള്ളത് റിന്യൂവബിൾ ഫ്യൂവൽസ് ഓഫ് നോൺ ബയോളജിക്കൽ ഒറിജിൻ എന്നുള്ളതാണ്. ഇത് സിന്തറ്റിക് ഫ്യൂവൽസ് ആണ്. ഓക്കെ, ഇത് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് ഇറ്റ് ഈസ് മെയിൻലി പ്രൊഡ്യൂസ്ഡ് ഫ്രം റിന്യൂവബിൾ ഇലക്ട്രിസിറ്റി സച്ച് ആസ് ഗ്രീൻ ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഓൾ. അതേപോലെ GS പേപ്പർ 2 പോളിസി ആൻഡ് ഗവേണൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും ഈ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, സോ ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടേഴ്സിൻ്റെ കൂടെ ചേർന്നിട്ട് ആ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലൊക്കെ നമ്മൾ ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, എസ്പെഷ്യലി ഇൻ ക്ലീൻ എനർജി. ഓക്കെ, ഇറ്റ് ഈസ് വെരി റെലവൻറ്റ് അണ്ടർ സയൻസ് പോളിസി, ഇന്നോവേഷൻ മോഡൽസ് ആൻഡ് ഗുഡ് ഗവേണൻസ് ആൻഡ് ഓൾ. സോ എത്തിക്സിലും നമുക്കിത് കൊണ്ടുവരാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ന്യൂസ്. സോ നമ്മുടെ വേൾഡ് ഇറ്റ് ഈസ് മൂവിങ് ടുവേർഡ്സ് ക്ലീൻ എനർജി അല്ലേ. ഒരു ക്ലൈമറ്റ് ചേഞ്ചിന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലീൻ എനർജിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിലിക്കോൺ സോളാർ പാനൽസ്, ഓക്കെ, ഇതാണ് മോസ്റ്റ് കോമൺ വേ ടു ക്യാപ്ചർ ദി സോളാർ എനർജി. സോ ഈ ഒരു സോളാർ എനർജി ഇറ്റ് ഈസ് ഓൾസോ യൂസ് ടു മേക്ക് ഗ്രീൻ ഫ്യൂൽസ്. ഓക്കെ, ഈ ഗ്രീൻ ഹൈഡ്രജനും അമോണിയയും മെഥനോളൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്, വിച്ച് ഹെൽപ്സ് ടു റെഡ്യൂസ് പൊല്യൂഷൻ ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഓൾ. പക്ഷേ ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് ഈ ഒരു ഓൾഡ് സ്റ്റൈൽ സിലിക്കൺ പാനൽസ് അതായത് സ്റ്റിൽ ഗുഡ് ഇനഫ് എന്നുള്ളൊരു ചോദ്യം അവരിപ്പോൾ ചോദിച്ചു വരുന്നുണ്ട്. അവർ നമ്മളിപ്പോൾ അത് സ്വിച്ച് ചെയ്യണോ, അതായത് പുതിയൊരു ടൈപ്പ് സോളാർ ടെക്നോളജീസിലോട്ട് നമ്മൾ മാറണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ദാറ്റ് മൈറ്റ് ബി മോർ എഫിഷ്യൻ്റ് ഓർ ചീപ്പർ. അതായത് മാറിക്കഴിഞ്ഞാൽ അത് എഫിഷ്യൻ്റ് ആയിരിക്കും, അത് ചീപ്പായിരിക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ്. സോ ഈ ഒരു ഡിബേറ്റ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് as we try to make energy cleaner, faster and more affordable. ഈ സിലിക്കോൺ സോളാർ പാനൽസിൻ്റെ ആ ഒരു ലിമിറ്റേഷനിലോട്ട് വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഇത് വളരെ ഓൾഡ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്, പക്ഷെ അത് ഇപ്പോഴും വളരെയധികം പോപ്പുലർ ആണ്. ഓക്കെ, സിലിക്കോൺ പാനൽസ് ഇൻവെന്റ് ചെയ്തത് ഏകദേശം ഒരു 1954 ആ ഒരു ടൈമിലൊക്കെയാണ്. ആൻഡ് അത് ഇപ്പോഴും വളരെയധികം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. പക്ഷെ ഇത് വളരെ എഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതായത് സൺലൈറ്റിൻ്റെ ഒരു 15 to 21% ഓഫ് സൺലൈറ്റ് മാത്രമേ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ളൂ ഇൻ റിയൽ ലൈഫ് കണ്ടീഷൻസ്.
പിന്നെ ഇതിന്റെ ആ ഒരു പാനല് വളരെയധികം വലുതായതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് സ്പേസ് വേണം. അപ്പൊ ആ ഒരു സ്ഥലത്തിന്റെ ഒരു പ്രശ്നം ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ സിറ്റീസിലും ക്രൗഡഡ് ഏരിയാസിലും ഒക്കെ ഇത് വെക്കാനുള്ള ഒരു ലിമിറ്റേഷൻ നമ്മുടെ മുന്നിലുണ്ട്. പിന്നെ ഈ ഇറ്റ് ഈസ് വെരി ടു സ്ലോ ഫോർ ക്ലൈമറ്റ് ഗോൾസ്. ഓക്കെ, നമ്മുടെ വേൾഡിന്റെ ആ ഒരു എനർജി നീഡ്സ് ദിനം ദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നുണ്ടെങ്കിൽ അത് മറ്റേ സൈഡിൽ നിന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ സിലിക്കോൺ പാനൽസിനെ കൊണ്ട് മാത്രം ഇറ്റ് അതായത് അലോൺ ആർണ്ട് ഇനഫ് ടു സോൾവ് ദി ക്ലൈമറ്റ് ക്രൈസിസ്. ചൈനയാണ് ഏറ്റവും ലീഡിംഗ് പ്രൊഡ്യൂസർ. ചൈനയാണ്. 80% വേൾഡിന്റെ സിലിക്കോൺ പാനൽസ് നിർമ്മിക്കുന്നത് ചൈനയാണ്. ഓക്കെ, നമ്മൾ ക്യാച്ചപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ അവർ കപ്പാസിറ്റി ഈസ് സ്റ്റിൽ സ്മോൾ. സോ ഈ ഒരു സിലിക്കോൺ പാനൽസ് ദേ ഹെൽപ് ടു സ്റ്റാർട്ട് ദി സോളാർ റെവല്യൂഷൻ. പക്ഷേ ഇപ്പോ വി മേ നീഡ് ബെറ്റർ ഫാസ്റ്റർ ടെക്നോളജീസ് ടു മീറ്റ് ദി ഫ്യൂച്ചർ എനർജി ആൻഡ് ക്ലൈമറ്റ് ടാർഗറ്റ്സ്. ഈ ഗ്രീൻ ഹൈഡ്രജൻ പോലെയുള്ള സാധനങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു എഫിഷ്യൻസി പ്രോബ്ലം അതിന് വരുന്നുണ്ട്. ഓക്കെ, ഗ്രീൻ ഹൈഡ്രജൻ നമുക്കറിയാം, ഗ്രീൻ ഹൈഡ്രജൻ ഉണ്ടാക്കുന്നത് വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്. ഇലക്ട്രിസിറ്റി വെച്ചിട്ട് വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു ഫ്രം റിന്യൂവബിൾ സോഴ്സസ് ലൈക്ക് സോളാർ പവർ ആൻഡ് ഓൾ. സി, ഗ്രീൻ ഹൈഡ്രജൻ ഈസ് മെയ്ഡ് ബൈ സ്പ്ലിറ്റിംഗ് വാട്ടർ യൂസിങ് ഇലക്ട്രിസിറ്റി ഫ്രം റിന്യൂവബിൾ സോഴ്സസ്. ഓക്കെ, സോളാർ പവർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇറ്റ് യൂസസ് മോർ എനർജി ദാൻ ദ ഹൈഡ്രജൻ ഇറ്റ് ഗീവ്സ് ബാക്ക്. ഓക്കെ, ഈ കിട്ടുന്ന ഹൈഡ്രജനേക്കാളും കൂടുതൽ എനർജി വേണം ഈ ഒരു പ്രോസസ്സിന്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ലെസ് എഫിഷ്യന്റ് ആണ്. സിലിക്കോൺ സോളാർ പാനൽസിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ്. പക്ഷെ ദേ ആർ വെരി എഫിഷ്യന്റ് ചെയ്ത്. ഓക്കെ, സോ ദേ ആഡ് ടു ദി പ്രോബ്ലം. ഹൈഡ്രജൻ വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ, ഇത് സ്റ്റോർ ചെയ്യുക, ഇത് മൂവ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഓക്കെ, അത് വളരെ ലൈറ്റ് ആണല്ലേ. ഹൈഡ്രജൻ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്യാസാണ് വിച്ച് ലീഡ്സ് ടു മോർ എനർജി ലോസ്. ഈ വേറൊരു ഓപ്ഷൻ എന്താന്ന് പറഞ്ഞാൽ ഹൈഡ്രജനെ ഒന്നെങ്കിൽ ഗ്രീൻ അമോണിയ ആയിട്ടോ മെഥനോൾ ആയിട്ടോ അതിനെ മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഇതിന് അതിനേക്കാളും കൂടുതൽ എനർജി വേണ്ടി വരും. So just calling something green hydrogen doesn't mean it's truly sustainable. ഓക്കെ, ആ ഒരു കംപ്ലീറ്റ് എനർജി പ്രോസസ്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. ഓക്കെ, വി നീഡ് ടു ലുക്ക് അറ്റ് ദി ഫുൾ എനർജി പ്രോസസ്, നോട്ട് ജസ്റ്റ് ദി ലേബൽ. ഓക്കെ, സോ ഇവിടെ ഒരു ബോട്ടം ലൈൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഗ്രീൻ ഹൈഡ്രജൻ ഒക്കെ നല്ല സാധനം തന്നെ. പക്ഷെ ഇപ്പോൾ ഉള്ള കറണ്ട് ടെക്നോളജീസ്, ഇപ്പോൾ സിലിക്കോൺ പാനൽസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇലക്ട്രോളിസിസ് പരിപാടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും ദേ ആർ നോട്ട് എഫിഷ്യന്റ് ഇനഫ്. ഓക്കെ, ടു മേക്ക് ഇറ്റ് ഗ്രീൻ, ട്രൂലി ഗ്രീൻ ആൻഡ് പ്രാക്ടിക്കൽ. സോ നമ്മുടെ ഈ പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഫോട്ടോസിന്തസിസ് വഴിയാണെന്ന് നമുക്കറിയാമല്ലോ. സോ ആ ഒരു പ്രക്രിയയെ കോപ്പി അടിച്ചുകൊണ്ടുള്ള പുതിയൊരു ടെക്നോളജി ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഫോട്ടോസിന്തസിസ്. ഓക്കെ, സോ അതുവഴി നമ്മളിപ്പോൾ ഈ ഫ്യൂവൽസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും വാട്ടറിൽ നിന്നും സൺലൈറ്റിൽ നിന്നൊക്കെ ഫ്യൂവൽസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഇത് ഇപ്പോഴും ഇറ്റ് ഈസ് സ്റ്റിൽ ഇൻ ദ ലാബ്. ഓക്കെ, ഇതൊരു വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ക്ലീൻ എനർജി ആണ്. ഓക്കെ, ഇറ്റ് ലുക്സ് വെരി പ്രോമിസിങ് ഫോർ ക്ലീൻ എനർജി. യൂറോപ്പ് പോലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഈ സ്പെഷ്യൽ ക്ലീൻ ഫ്യൂവൽസിലൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു ആദ്യം പറഞ്ഞല്ലോ ഈ RFNBO എന്ന് പറയും, ഈ റിന്യൂവബിൾ ഫ്യൂവൽസ് ഓഫ് നോൺ ബയോളജിക്കൽ ഒറിജിൻ, സിന്തറ്റിക് ഫ്യൂവൽസ് ആണ്. ഓക്കെ, ഈ റിന്യൂവബിൾ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ ഈ ഗ്രീൻ ഹൈഡ്രജൻ സച്ച് ആസ് ഗ്രീൻ ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓൾ. സോ ഇന്ത്യക്ക് ഇവരെയൊക്കെ നോക്കി പഠിക്കാൻ സാധിക്കും ടു ബിക്കം മോർ എനർജി ഇൻഡിപെൻഡന്റ്. നിലവിൽ നമ്മൾ പറഞ്ഞില്ലേ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യാണ് 85%, 85% ഓഫ് നമ്മുടെ എനർജി വരുന്നത് പുറത്തുനിന്നാണ്. ഇത് വളരെ റിസ്ക്കിയാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒക്കെ വേൾഡിൽ ഉള്ള ഈ ഒരു ടൈമിൽ അത് വളരെ റിസ്ക്കിയാണ്. ഓക്കെ, എസ്പെഷ്യലി വെൻ ദ വേൾഡ് ഈസ് ഫേസിങ് ദി ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്. സോ ഇന്ത്യൻ ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ നമ്മൾ കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ടു ക്രിയേറ്റ് എഫിഷ്യന്റ്, അഫോർഡബിൾ ആൻഡ് സ്കെയിലബിൾ എനർജി. ഓക്കെ, ക്ലീൻ എനർജി ടെക്നോളജി. നമുക്ക് ഈ പ്രൈവറ്റ് കമ്പനീസിനെയും നമ്മൾ ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. ഓക്കെ, സോ ദ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലേ. സോ ഈ ക്ലീൻ എനർജിയുടെ മേലെ ഒരുപാട് പൈസ ചെലവാക്കുമ്പോൾ, അതായത് സ്പെൻഡിങ് മണി ഓൺ ക്ലീൻ എനർജി, ഇറ്റ് ക്യാൻ സേവ് അസ് ഫ്രം ബിഗർ എൻവയോൺമെന്റൽ എക്കണോമിക് പ്രോബ്ലംസ് ഇൻ ദ ഫ്യൂച്ചർ. സോ ഇന്ത്യ വി മസ്റ്റ് ആക്ട് ഏർലി ആൻഡ് സ്മാർട്ട്. ഓക്കെ, നമ്മൾ പുതിയ ടെക്നോളജീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഈ ആർട്ടിഫിഷ്യൽ ഫോട്ടോസിന്തസിസും RFNBO പോലെയുള്ള സാധനങ്ങളിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങണം ടു സെക്യൂർ അവർ എനർജി ഫ്യൂച്ചർ ആൻഡ് റിഡ്യൂസ് പൊല്യൂഷൻ. ഓക്കെ, സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം.
നമ്മുടെ ഇന്ത്യ യു എസ് ട്രേഡ് റിലേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ന്യൂസാണിത്. ഇന്നലെയും നമ്മൾ ഈ ഒരു ന്യൂസ് പറഞ്ഞിരുന്നു അല്ലേ? ഇവിടെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ന്യൂസ് നമ്മൾ ഇന്നലെ എടുത്തിരുന്നു. 25% ടാക്സ് പിന്നെയും നമുക്ക് തന്നിട്ടുണ്ട് ട്രംപ്. IR ഇമ്പോർട്ടൻ്റ് ആണ്, GS പേപ്പർ 2 ഞാൻ പിന്നെയും അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നില്ല. മെയിനായിട്ട് ആ ഒരു ബയലാറ്ററൽ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു പ്രശ്നങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ആ ഒരു ട്രേഡ് ഡിസ്പ്യൂട്ട്സിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ്. ഓക്കെ, അതേപോലെ ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ അലൈൻമെൻറ്റ്, അതായത് റഷ്യ റിലേഷൻഷിപ്പ് ഇവിടെ പ്രശ്നമാവുന്നുണ്ട്. ബ്രിക്സിലുള്ള ഇന്ത്യയുടെ ഇൻവോൾവ്മെൻ്റ് ഒക്കെയാണ് ട്രംപിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ. ഓക്കെ, പിന്നെ ആ ഒരു ഫോറിൻ പോളിസിയിൽ വരുന്ന മാറ്റങ്ങളും, പിന്നെ GS പേപ്പർ 3 എക്കോണമിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രേഡ് പോളിസീസും ടാരിഫ്സും ഒക്കെ. അതേപോലെ ഈ സാങ്ഷൻസ് വെക്കുന്നുണ്ട് അല്ല, ഇന്ത്യൻ കമ്പനീസ് ഇറാൻ്റെ കയ്യിൽ നിന്നൊക്കെ ഓയിൽ എടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ മേലെ വെക്കുന്നുണ്ട്. നമ്മുടെ US സാങ്ഷൻ വെക്കുന്നുണ്ട്. സോ ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ആ ഒരു വൾണറബിലിറ്റി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇറ്റ് ഹൈലൈറ്റ്സ് ദി വൾണറബിലിറ്റി ഓഫ് ഇന്ത്യസ് എനർജി സെക്യൂരിറ്റി ടു ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ്. സോ ഈ ഒരു ന്യൂസിലോട്ട് വരുമ്പോൾ വിൽ ലുക്ക് ഓൺ ടു ദി ഇന്ത്യ-US ട്രേഡ് റിലേഷൻസ് അണ്ടർ ദി ട്രംപ് അഡ്മിനിസ്ട്രേഷൻ. ഇവിടെ ഈ ഒരു ട്രേഡ് ടെൻഷൻസ്, ഓക്കെ, നമ്മൾ ഒരുപാട് ന്യൂസിൽ ഡിസ്കസ് ചെയ്തൊരു സംഭവമാണ്. ഇപ്പോൾ 25% ടാക്സും എക്സ്ട്രാ പെനാൽറ്റീസും ഒക്കെ ഇന്ത്യൻ പ്രൊഡക്ട്സിന് മേലെ വെക്കും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നും പോകുന്ന നമ്മുടെ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയുടെ എക്സ്പോർട്ട്, അതായത് US അത് മോർ എക്സ്പെൻസീവ് ആയിരിക്കും. ഓക്കെ, ട്രംപ് ക്രിട്ടിസൈസ് ചെയ്തത്, അതായത് ഇന്ത്യയുടെ ആ ഒരു റഷ്യ ആയിട്ടുള്ള ഒരു ക്ലോസ് ആയിട്ടുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ് തന്നെയാണ്. ഓക്കെ, നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് വെപ്പൺസ് വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, ഓയില്, അതേപോലെ എനർജി, ഇതെല്ലാം നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, ചൈന ഏത് അളവിലാണോ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് അതേ അളവിൽ ഏകദേശം നമ്മളും റഷ്യയുടെ അടുത്ത് നിന്ന് ഈ എനർജി വാങ്ങിക്കുന്നുണ്ട്. അതാണ് മെയിനായിട്ട് ട്രംപിനെ ഒരു പ്രശ്നമായ കാര്യം. എന്നിട്ട് ട്രംപ് പറഞ്ഞത് ഈ റഷ്യ യുക്രൈൻ വാറിലെ ആ ഒരു വാറിനെ ഫണ്ട് ചെയ്യുന്നത് ഇന്ത്യ കൊടുക്കുന്ന പൈസ കൊണ്ടാണ് അവർ അവിടെ ഫണ്ട് ചെയ്യുന്നത് എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. ഓക്കെ, പിന്നെ ട്രംപ് ഇപ്പോൾ പാകിസ്ഥാനിൽ എന്തോ പുതിയ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ ഒരു അവിടുത്തെ ഓയിൽ റിസർവ്സ് കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി പാകിസ്ഥാനുമായിട്ട് ട്രംപ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതേപോലെ ഇന്ത്യയുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇതിനിടയിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇയാൾ നമ്മുടെ ഇന്ത്യനെ ഡെഡ് എക്കോണമി എന്നാണ് വിളിച്ചത്. ഓക്കെ, ഇയാൾ റഷ്യ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ടൈപ്പിനെ ഇയാൾ ക്രിട്ടിസൈസ് ചെയ്തു, അതൊക്കെ പോട്ടെ. ഓക്കെ, പിന്നെ ആ ബ്രിക്സിലുള്ള ഇന്ത്യയുടെ ആ ഒരു വളർന്നു വരുന്ന ആ ഒരു റോള് അതൊക്കെ പുള്ളി ചൂണ്ടിക്കാട്ടി. എന്നിട്ട് ഇയാൾ നമ്മുടെ എക്കോണമിയെ ഡെഡ് എക്കോണമി എന്ന് വിളിച്ചു. ഓക്കെ, നമ്മുടെ എക്കോണമി ഡൈനാമിക് അല്ല, അതേപോലെ ഒട്ടും ഫെയർ ആയിട്ടല്ല നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സോ അതിൻ്റെ ഒരു ഇന്ത്യയുടെ റിയാക്ഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ കൊമേഴ്സ് മിനിസ്റ്റർ പറഞ്ഞത്, he pointed out that India had a very successful trade agreement with countries like UAE, UK, Australia and European Free Trade Association. ഓക്കെ, നമ്മൾ നമ്മുടെ ആ ഒരു ട്രേഡ് റെക്കോർഡ് വെച്ചിട്ട് നമ്മൾ ഡിഫെൻഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ട്രേഡ് നമ്പേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2024 ഏകദേശം ഇന്ത്യയും US തമ്മിലുള്ള ആ ഒരു ട്രേഡ് ഇറ്റ് വാസ് വർത്ത് $186 ബില്യൺ. ഓക്കെ, നമുക്ക് അവിടെ ഒരു $41 ബില്യൺ സർപ്ലസ് ആയിരുന്നു. അത് വേറൊരു കാര്യം. അതായത് ഇന്ത്യയുടെ എക്സ്പോർട്ട് ആയിരുന്നു കൂടുതൽ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സാധനങ്ങളെയും കാട്ടി കൂടുതൽ നമ്മൾ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഓക്കെ, സോ വി ഹാവ് എ സർപ്ലസ്. എനർജി സാങ്ഷൻസിന്റെ കാര്യം എടുക്കുമ്പോൾ US ഒരുപാട് ഇന്ത്യൻ കമ്പനീസിന് മേലെ ഇറാന്റെ കയ്യിൽ നിന്ന് ഓയിൽ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് സാങ്ഷൻസും കാര്യങ്ങളൊക്കെ പുള്ളി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇറ്റ് ഓൾസോ ആഡഡ് ടു ദ സ്ട്രെയിൻ. ഇപ്പോൾ ടാരിഫിലുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഈ ഇന്ത്യൻ ഗുഡ്സ് ഇയാള് നമ്മുടെ പ്രൊഡക്ട്സിന് മേലെ ടാരിഫ് വെക്കുമ്പോൾ ലെസ് കോമ്പറ്റേറ്റീവ് ആവും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ബാക്കിയുള്ള ഏഷ്യൻ കൺട്രീസ്, ഇപ്പോൾ വിയറ്റ്നാം, ഇന്തോനേഷ്യ, സൗത്ത് കൊറിയ ആയിട്ടുള്ള അവിടെ നിന്നുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഗുഡ്സ് അവിടെ ലെസ് കോമ്പറ്റേറ്റീവ് ആവും എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. ഓക്കെ, അതേപോലെ തന്നെ ഈ ട്രംപ് ഈ ഒരു ട്രേഡിന് പൊളിറ്റിക്സ് ഒക്കെ ആയിട്ട് പുള്ളി ലിങ്ക് ചെയ്തു. ആൻഡ് ഈസ് പണിഷിങ് ഇന്ത്യ എക്കോണമിക്കലി ഫോർ ഇറ്റ്സ് ടൈ അപ്പ് വിത്ത് റഷ്യ, ഈവൻ ദോ ട്രേഡ് ആൻഡ് ഫോറിൻ പോളിസി ആർ യൂഷ്വലി സെപ്പറേറ്റ് ഇഷ്യൂസ്. ഒരുപാട് മീറ്റിംഗ്സ് നടന്നു എന്നുണ്ടെങ്കിൽ കൂടി നൈദർ ഇന്ത്യ നോർ ദ US ചേഞ്ച്ഡ് ദെയർ കോർ പൊസിഷൻ. ഓക്കെ, ആ ടെൻഷൻസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം. ഇത് തമിഴ്നാടിൻ്റെ വളരെ നല്ലൊരു പോളിസിയാണ്, ഈ ഒരു ട്രാൻസ്ജെൻഡർ റൈറ്റ് പോളിസിനെ കുറിച്ചുള്ള ഒരു ന്യൂസാണത്. GS പേപ്പർ 2 നമുക്ക് ഈ ഗവർണൻസും വെൽഫെയർ സ്കീംസും വൾണറബിൾ സെക്ഷൻസ് എന്നുള്ള ടോപ്പിക്കൊക്കെ വരുന്നത് GS പേപ്പർ 2. ഇത് തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ഇന്നോവേഷൻ ആണല്ലേ.
സോ ഇത് കാണിക്കുന്നത് ലൈക്ക് ഇറ്റ് ഷോസ് ഹൗ തമിഴ്നാട് ഈസ് ലീഡിങ് സോഷ്യൽ റിഫോംസ് ഫോർ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് എന്നുള്ളതാണ്. വളരെ നല്ലൊരു കേസ് സ്റ്റഡിയാണ്. ഓക്കെ, വെൽഫെയർ പോളിസീസിൽ സ്റ്റേറ്റിൻ്റെ റോൾ എന്താണെന്ന് കാണിച്ചു തരുന്ന വളരെ നല്ലൊരു കേസ് സ്റ്റഡിയാണിത്. പിന്നെ ലീഗൽ റിഫോംസ്. ഓക്കെ, ഇവിടെ ഈ ഹിന്ദു സക്സഷൻ ആക്റ്റും ഇന്ത്യൻ സക്സഷൻ ആക്റ്റും ഒക്കെ അമെൻഡ് ചെയ്യാനുള്ള പ്രപ്പോസലൊക്കെ വരുന്നുണ്ട് ടു ഇൻക്ലൂഡ് ഇൻഹെറിറ്റൻസ് റൈറ്റ്. ഓക്കെ, അത് ജെൻഡർ ജസ്റ്റിസിന് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അതേപോലെ തന്നെ 2019 ആ ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ആക്ട് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഇംപ്ലിമെൻറ്റേഷൻ നമുക്കിവിടെ കാണാം. ഇറ്റ് ഷോസ് ഹൗ സ്റ്റേറ്റ് ക്യാൻ എൻഫോഴ്സ് സെൻട്രൽ ലോസ് വെരി എഫക്റ്റീവ്ലി. സൊസൈറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് GS പേപ്പർ 1. ഓക്കെ, ആ ഒരു ട്രാൻസ്ജെൻഡർ ആൻഡ് ഇൻ്റർസെക്സ് റൈറ്റ്, ജെൻഡർ ഇഷ്യൂസും മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസും ഒക്കെ വരുന്നതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്കത് കോട്ട് ചെയ്യാം. ഇതൊരു പ്രോഗ്രസീവ് എക്സാമ്പിൾ ആണല്ലേ ഓഫ് സോഷ്യൽ അക്സെപ്റ്റൻസ് ആൻഡ് ഇൻക്ലൂഷൻ ആൻഡ് ഓൾ. എത്തിക്സിൽ നല്ല ഇമ്പോർട്ടൻസ് ഉള്ളൊരു ടോപ്പിക്കാണ്. എസ്സേയിലും ഓവറോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, സോ ഇവിടെ തമിഴ്നാട് they had made a new plan in 2025 to support and protect transgender and intersex persons. സോ ഇതിലെടുത്തിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു പുതിയൊരു പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സ്പെഷ്യൽ പോളിസി വാസ് ക്രിയേറ്റഡ് ഫോർ ട്രാൻസ്ജെൻഡർ പീപ്പിൾ ഇൻ തമിഴ്നാട്. അതുകൊണ്ട് ഈ ഗവൺമെൻറ് ദേ വാണ്ട്സ് ടു ചേഞ്ച് ഇൻഹെറിറ്റൻ ലോസ്. നമ്മുടെ ഈ നേരത്തെ പറഞ്ഞില്ലേ ഈ ഹിന്ദു സക്സഷൻ ആക്റ്റൊക്കെ മാറ്റിയിട്ട് അതായത് അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. അത് അപ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിനും ഇൻ്റർസെക്സ് പേഴ്സൺസിനും ദേ ക്യാൻ ലീഗലി ഇൻഹെറിറ്റ് പ്രോപ്പർട്ടി. ഓക്കെ, സോ അത് അമെൻഡ് ചെയ്താലേ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ നിലവിൽ അത് അവർക്ക് സാധിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഇനി തൊട്ടിട്ട് അവർക്ക് ആ ഒരു പ്രോപ്പർട്ടി അവർക്ക് ഇൻഹെറിറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വയലൻസിനെതിരെയുള്ള ഒരു പ്രൊട്ടക്ഷൻ. Okay, so the existing laws against gender-based violence will be strictly followed to protect these transgender persons. Education rights, അതായത് സ്കൂളുകളിലും കോളേജുകളും they must update name and gender on certificate. ഓക്കെ, അതായത് ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സൺ അതങ്ങനെ റിക്വസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവർ അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, സ്കൂളുകളിലും കോളേജിലും അവരുടെ ആ ഒരു പേരും ജെൻഡറും സർട്ടിഫിക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ആസ് പെർ ദി ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ആക്ട് ഓഫ് 2019. ഓക്കെ, സോ ഇതെല്ലാം ഉറപ്പുവരുത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റാലിൻ. അതേപോലെ ഈ ട്രാൻസ്ജെൻഡർ ആൾക്കാർക്ക് ദേ വിൽ ഗെറ്റ് പ്രയോറിറ്റി ഇൻ അഫോർഡബിൾ ഹൗസിംഗ് സ്കീംസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ദേ ക്യാൻ ലീവ് വിത്ത് ഡിഗ്നിറ്റി അല്ലേ. സോ തമിഴ്നാട് ദേ ആർ ടേക്കിംഗ് വെരി ബിഗ് സ്റ്റെപ്പ് ടു മേക്ക് ഷുവർ transgender persons get equal rights, safety, education and housing. Okay, just like everyone else. So നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം, വിച്ച് ഈസ് മലേറിയ ന്യൂ ഫ്രോണ്ട് ലൈൻസ്. സോ ഇത് നമുക്കൊരു പ്ലാൻ ഉണ്ട്. അതായത് ഇന്ത്യ വാണ്ട്സ് ടു എലിമിനേറ്റ് മലേറിയ ബൈ 2030. ഇന്ത്യയുടെ ആ ഒരു മലേറിയ എലിമിനേഷൻ സ്ട്രാറ്റജിയെ കുറിച്ചുള്ളൊരു ന്യൂസാണ്. 2015 തൊട്ടിട്ട് 2023 വരെയുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ മലേറിയ കേസസ് ഏകദേശം 80%, 80% ഡ്രോപ്പ് നമുക്ക് കാണാൻ കഴിയും ഫ്രം 2015 to 2023. പക്ഷേ എന്നാലും ചില ഏരിയാസിൽ അതിപ്പോഴും വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഇവിടെ ചില പുതിയ അപ്രോച്ചുകൾ നമുക്ക് നോക്കാനുള്ളതുണ്ട്. ഓക്കെ, വിൽ ലുക്ക് ഓൺ ടു ന്യൂ ആൻഡ് സ്മാർട്ട് അപ്രോച്ചസ്. ഇവിടെ വാക്സിൻസിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഈ RTS അതേപോലെ TBV. RTS എന്നുള്ളത് RTS വാക്സിൻ ഈ മലേറിയയ്ക്ക് ഉള്ളതാണ് എന്നൊന്ന് മനസ്സിലാക്കിയിട്ട് വെച്ചാൽ മതി. ഓക്കെ, അതിൻ്റെ സയൻറ്റിഫിക് വശങ്ങളിലോട്ട് ഒരുപാട് പോകേണ്ടത് ഭയങ്കര സയൻറ്റിഫിക് ആണ്. ഓക്കെ, TBV ആണെന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്മിഷൻ ബ്ലോക്കിംഗ് വാക്സിൻ ആണ്. ഓക്കെ, സോ ഈ ഒരു മലേറിയ വാക്സിൻ ആ ഒരു പാരസൈറ്റിന്റെ ടോട്ടൽ ഒരു എബിലിറ്റി കുറയ്ക്കും. ഓക്കെ, ഈ പാരസൈറ്റ് ആ ഒരു പോയിട്ട് നമ്മുടെ ഒരു മൊസ്കിറ്റോ ഇൻഫെക്റ്റ് ആയിട്ടാണല്ലോ ഈ ഒരു ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു TBV വഴി ഇറ്റ് എയിംസ് ടു പ്രിവെന്റ് ദി സ്പ്രെഡ് ഓഫ് ദി ഡിസീസ് ബൈ റിഡ്യൂസിങ് ദി എബിലിറ്റി ഓഫ് ദി പാരസൈറ്റ് ടു ഇൻഫെക്ട് ദി മൊസ്കിറ്റോസ്. സോ നമുക്ക് ആ ഒരു ട്രാൻസ്മിഷൻ സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അതാണ് TBVയും RTS എന്ന് പറയുന്ന രണ്ട് വാക്സിൻസ്. അതിനെ പറ്റിയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ദേ ആർ ബീങ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്ഡ് ടു സ്റ്റോപ്പ് ദിസ് സ്പ്രെഡ് ഓഫ് മലേറിയ. ടെക്നോളജിയുടെ യൂസ് നമ്മൾ ഇതിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. AI-യും അതേപോലെ മെഷീൻ ലേണിങ്ങിലൂടെയും ഈ മൊസ്കിറ്റോസിനെ ട്രാക്ക് ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അതേപോലെ ഈ ജെനറ്റിക്കലി മോഡിഫൈഡ് മൊസ്കിറ്റോസ് ദേ മേ ഹെൽപ്പ് ടു സ്റ്റോപ്പ് ദ ഡിസീസ്. ഓക്കെ, പിന്നെ കുറേ ബെറ്റർ ടെസ്റ്റിംഗ് ടൂൾസ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ദേ ആർ ബീങ് യൂസ്ഡ് ഫോർ ഫാസ്റ്റർ ഡയഗ്നോസിസ്. പിന്നെ സയൻറ്റിസ്റ്റുകൾ ഇപ്പോൾ ദേ ആർ വർക്കിംഗ് ഓൺ വാക്സിൻസ് ദാറ്റ് സ്റ്റോപ്പ് ദി മലേറിയ പാരസൈറ്റ് വെരി ഏർലി. ഓക്കെ,
അതുകൊണ്ട് അപ്പോൾ നമുക്കതിൻ്റെ സ്പ്രെഡ് വളരെയധികം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, ഒരു റിസർച്ചിൽ ഇപ്പോൾ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ചില മലേറിയ പാരസൈറ്റും മൊസ്കിറ്റോസും ഇപ്പോൾ ഈ ഡ്രഗ്സിനും സ്പെറേസിനും ഒക്കെ അവർ വളരെ റെസിസ്റ്റൻ്റ് ആയിട്ട് വരികയാണ്. ഓക്കെ, ഇതിൽ ഈ നമുക്ക് ഈ 2030 കൂടിയിട്ട് മലേറിയ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വേണം. ഓക്കെ, വി നീഡ് മണി ആൻഡ് സ്ട്രോങ് ഗവൺമെൻറ് സപ്പോർട്ട്. ഓക്കെ, ദേ ആർ നീഡഡ് കണ്ടിന്യൂസ്ലി. എന്നാൽ പോലും ഈ റൂറൽ ഏരിയാസിൽ, ഓക്കെ, റിമോട്ട് റൂറൽ ഏരിയാസിൽ, അതായത് നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഇത്തിരി പാടായിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ഈസ് സ്റ്റിൽ ഹാർഡ് ടു റീച്ച്. ഓക്കെ, ചില ഹൈ ബേർഡൻ ഏരിയാസിൽ ഇപ്പോഴും ഒരു 32 to 54 കേസസ് ആണുള്ളത്. 1000 ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 32 തൊട്ട് 54 വരെയുള്ള ആൾക്കാരിലും 32 തൊട്ട് 54 വരെ കേസസ് നമുക്ക് കാണാൻ കഴിയും per 1000 people. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നമുക്ക് നാളെ വേറെ കുറച്ച് ന്യൂസായിട്ട് കാണാം. ബൈ, ഹാവ് എ നൈസ് ഡേ.